బిర్యానీకే ഒരു ഹൈദരാബാദി സ്റ്റൈൽ ഉണ്ട്, തെലുങ്കിന്ന് ഇൻസ്പയർഡ് ആയതാണ്. ఫుల్ టెన్షన్ అందుకే నేను కొంచెం బ్లా బ్లా బ్లా. അല്ലല്ല ഞാനല്ല, ഞങ്ങളുടെ ഷെഫ്, ഞങ്ങളുടെ വൺ ഓഫ് ദ പാർട്ട്ണർ ആണ് ഹരിച്ചേട്ടൻ. പുള്ളി ഓൾറെഡി ചെയ്ത് അടിപൊളിയാക്കിയ ഒരു സാധനമാണ് പനീർ ബിരിയാണി. അപ്പൊ നമ്മൾ അതിങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തതാണ്. പക്ഷെ അതിന് അങ്ങനെ ഒരു ഫ്ലേവർ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. థ్యాంక్ యూ సో మచ్ ఫర్ దట్. അട്ടദോശയ്ക്ക് പേര് കേട്ട ട്രിവാൻഡ്രത്ത് ഇഡ്ഡലി വെറൈറ്റീസ് ഹിറ്റ് ആക്കിയ സ്പോട്ടിലാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ സ്പോട്ട് മനസ്സിലായാലോ? ചേട്ടാ, എന്താണ് സുട സുട ഇഡലിയുടെ പുതിയ വിശേഷം? പുതിയതായിട്ട് ഫസ്റ്റ് ടൈം നമ്മൾ ആദ്യം വൈകിട്ടാണ് തുടങ്ങിയത് ഒരു കാർട്ടിൽ നിന്ന്. ഇപ്പൊ റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങിയതിനു ശേഷം ഇപ്പോഴാണ് ഒരു വെറൈറ്റി മീൽസ് ഉച്ചയ്ക്ക് കൊടുക്കാൻ പറ്റിയത്. പിന്നെ ഇതുപോലെ പനീർ ടിക്ക ബിരിയാണി, ഇനി ഭാവിയിൽ ഓരോ ഐറ്റംസ് വെച്ച് കൂട്ടി വരും. ഇതാണ് സുട സുട ഇഡലിയുടെ ലേറ്റസ്റ്റ് ലഞ്ച് കോംബോ. അപ്പൊ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കേർഡ് റൈസ്, ബിസ്മില്ലാബാദ് റൈസ്, മാംഗോ റൈസ്, പിന്നെ നല്ല കളർഫുൾ ഫ്രൈൻസ് ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ ഒരു കുട്ടി ബജ്ജിയും ഉണ്ട്. എന്റെ ഫേവറേറ്റ് ആണ് കേർഡ് റൈസ്. മാംഗോ റൈസിന് ചെറിയ പുളിയുണ്ട്, കായ ബജ്ജിയുണ്ട് കൂടെ. കോംബോയിലുള്ള റൈസ് ഒക്കെ ഇല്ലേ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും കിട്ടും. ഇനി അടുത്ത വെറൈറ്റി പനീർ ടിക്ക ബിരിയാണിയാണ് ട്രൈ ചെയ്യുന്നത്. ഹൈദരാബാദി ബിരിയാണി സ്റ്റൈലാണ്. അപ്പോൾ സുട സുട ഇഡ്ഡലി ലൊക്കേഷൻ വരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വെസ്റ്റ് നടയിലാണ്. അപ്പൊ 11:30 തൊട്ടാണ് ഈ വെറൈറ്റി മീൽസ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ബാക്കി ഇഡ്ഡലി ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും.